എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ചിക്കൻ ഡോനറ്റിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ അത് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ എല്ലില്ലാത്ത ചിക്കനാണ് ഒരു 300 ഗ്രാമോളം എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടുന്നത് ബ്രെഡാണ്. ആ ബ്രെഡിൻ്റെ 2 സ്ലൈസ് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു മീഡിയം സൈസ് ഉരുളക്കിഴങ്ങ് പുഴുങ്ങി എടുത്തിട്ടുണ്ട്. പിന്നെ 1 ടേബിൾ സ്പൂൺ ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഒരു 3 അല്ലി വെളുത്തുള്ളിയും എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടുന്നത് കുറച്ച് മല്ലിയില, 1 പച്ചമുളക്, 2 ടേബിൾ സ്പൂൺ സവാള ചെറുതായിട്ട് അരിഞ്ഞത്. അപ്പോൾ ചിക്കൻ നമ്മൾ നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി ചെറുതായിട്ട് അരിഞ്ഞെടുത്താൽ മതി. പിന്നെ ഞാനിവിടെ കുറച്ച് ഒറിഗാനോയും കൂടെ ചേർക്കുന്നുണ്ട്, ഒരു 1/2 ടീസ്പൂണോളം ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ ചേർത്താൽ മതി. ഇനി നമുക്കൊരു മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലോട്ട് നമുക്ക് ഈ ചിക്കൻ്റെ പീസ് ആദ്യം ഇട്ട് കൊടുക്കാം. അപ്പം തീരെ എല്ലില്ലാത്തതായിരിക്കണം, കാരണം നമ്മൾ മിക്സിയിൽ ഇത് മൊത്തം അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ പുഴുങ്ങി വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങാണിത്, അത് 4ആയിട്ട് കണ്ടിച്ച് നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം നമ്മൾ മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇച്ചിരി വലിയ മിക്സിയുടെ ജാർ എടുത്താലും കുഴപ്പമില്ല. പിന്നെ നിങ്ങൾക്കിത് ഒരുമിച്ച് അരയ്ക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നമുക്ക് 2ആയിട്ട് അരച്ചെടുത്താൽ മതി. അപ്പോൾ ചെറിയ ജാറിലായാലും 2ആയിട്ട് അരച്ചെടുത്താൽ നല്ലപോലെ അരഞ്ഞ് കിട്ടും. നമ്മുടെ ചാനലിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഒന്നും ചിലർക്കൊന്നും കിട്ടുന്നില്ല എന്നിങ്ങനൊരു പരാതി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ഇടയ്ക്കൊക്കെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. പ്രിയാസ് ട്രെൻഡി കിച്ചൺ എന്ന് യൂട്യൂബിലൊന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം നമുക്ക് വേറൊരു പാത്രത്തിലിട്ട് കൈകൊണ്ട് നല്ലപോലെ ഒന്ന് ഞെവിടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം കുറേശ്ശായിട്ട് അരച്ചെടുത്താലും മതി. ഇനി ഇതിലോട്ട് 1/2 ടീസ്പൂൺ കുരുമുളക് ചേർത്ത് കൊടുക്കാം. പിന്നെ 1/4 ടീസ്പൂൺ ഗരം മസാല ചേർക്കുന്നുണ്ട്. പിന്നെ 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാശ്മീരി ചില്ലിയല്ല, നമ്മുടെ സാധാ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഇതിലോട്ട് 1/2 ടീസ്പൂൺ ഒറിഗാനോയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് അതിനാവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഉപ്പ് നിങ്ങൾ നോക്കിയേച്ച് വേണമെങ്കിൽ പിന്നെ ചേർത്ത് കൊടുത്താൽ മതി. ആദ്യം 1 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ. ഇനി അത് നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഞാനിത് നല്ലതുപോലെ അരച്ചൊരു പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് നല്ലതുപോലെ അരഞ്ഞ് കിട്ടണം, കാരണം ചിക്കനൊക്കെ പച്ചയായതുകൊണ്ട് നമുക്ക് നല്ലതുപോലെ ഫ്രൈ ആയി കിട്ടണം. അതിന് വേണ്ടിയിട്ടാണ്. പിന്നെ നമുക്കിതെല്ലാം ഒരു പൈപ്പിംഗ് ബാഗിലോട്ട് ആക്കാം. പൈപ്പിംഗ് ബാഗ് ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് പാലിൻ്റെ കവർ എടുത്താലും മതി. മിൽമ പാലിൻ്റെ കവർ നമ്മൾ കോണോട് ചേർത്തിട്ട് അതെടുത്താലും മതി. ഇനി നമുക്ക് ഈ മിക്സ് ഈ പൈപ്പിംഗ് ബാഗിലോട്ട് നിറച്ച് കൊടുത്തിട്ട് ഒരു ബട്ടർ പേപ്പർ ഇട്ട പ്ലേറ്റിലോട്ട് ഇത് നമുക്ക് ഒരു റൗണ്ട് ഷേപ്പിലാക്കി കൊടുക്കാം. അപ്പോൾ നമുക്ക് ഒരുപാട് കനത്തിലൊന്നും എടുക്കേണ്ട, ചെറുതായിട്ട് കനം കുറച്ചെടുത്താൽ മതി. പിന്നെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് റൗണ്ട് ഷേപ്പിലെടുത്താൽ മതി, ചെറുതായിട്ടോ വലുതായിട്ടോ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനെടുക്കും. പിന്നെ ബട്ടർ പേപ്പറിൽ നമുക്ക് എണ്ണയൊന്നും തൂത്ത് കൊടുക്കണ്ട, അല്ലാതെ തന്നെ ഇത് സെറ്റ് ചെയ്തെടുത്താൽ മതി. പിന്നെ നമുക്ക് പ്ലേറ്റിലും ചെയ്യാം. ബട്ടർ പേപ്പർ ഇല്ലെന്നുണ്ടെങ്കിൽ പ്ലേറ്റിൽ നമുക്ക് കുറച്ച് എണ്ണ തൂത്തേച്ച് ഇതേപോലെ തന്നെ അതും ഷേപ്പ് ചെയ്തെടുത്താൽ മതി. പിന്നെ നമ്മളിത് സെറ്റ് ചെയ്യാനായിട്ട് ഫ്രീസറിലാണ് വെക്കുന്നത്. ഒരു 2 മണിക്കൂറോളം നമുക്കിത് ഫ്രീസറിൽ വെക്കേണ്ടതുണ്ട്. ഇപ്പോൾ ഏകദേശം 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഡോനറ്റ് വെളിയിലെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ എടുത്ത ഉടനെ തന്നെ ബട്ടർ പേപ്പറിൽ ഇളക്കാൻ ശ്രമിക്കരുത്. കുറച്ച് സമയം കഴിഞ്ഞിട്ടേ എടുക്കാനായിട്ട് ശ്രമിക്കാവുള്ളൂ, എന്നാലേ നമുക്ക് നല്ലതുപോലെ ഇളകി കിട്ടത്തുള്ളൂ. ഇല്ലെങ്കിൽ ആ പേപ്പർ കീറിപ്പോവും. പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് 2 മുട്ടയാണ്, കോഴിമുട്ട. അപ്പോൾ അത് നല്ലതുപോലെ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്, അതിൽ ഉപ്പൊന്നും ചേർത്തിട്ടില്ല. ഇനി നമുക്ക് ഡോനറ്റിൻ്റെ ഓരോ പീസും ആ മുട്ടയിൽ നല്ലതുപോലെ മുക്കിയിട്ട് പിന്നെ നമുക്ക് വേണ്ടുന്നത് ബ്രെഡ് ക്രംസ് ആണ്. ആ ബ്രെഡ് ക്രംസിൽ നമ്മൾ കോട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ബ്രെഡ് ക്രംസിനായിട്ട് നമുക്ക് ഒരു 3-4 ബ്രെഡ് മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ചെടുത്താൽ മതി. പിന്നെ നമുക്കിത് നല്ലതുപോലെ കോട്ട് ചെയ്തിട്ട് ഓരോ ഡോനറ്റും ഇതേപോലെ തന്നെ കോട്ട് ചെയ്തെടുക്കാം. അപ്പോൾ പാത്രത്തിൽ നമ്മൾ സ്റ്റീൽ പ്ലേറ്റിൽ വെച്ചില്ലേ, അപ്പോൾ അത് നമുക്ക് ഇളക്കിയെടുക്കാനായിട്ട് വലിയൊരു പാത്രത്തിൽ പച്ചവെള്ളം എടുത്തിട്ട് ജസ്റ്റ് അതിലൊന്ന് മുക്കിയിട്ടെടുത്താൽ മതി. അപ്പോൾ നമുക്കത് നല്ലതുപോലെ തന്നെ ഇളക്കിയെടുക്കാൻ പറ്റും. ഇപ്പോൾ ഇത്രയും ഡോനറ്റ് നമുക്ക് ഒരുമിച്ച് ഉണ്ടാക്കേണ്ടെന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ ബ്രെഡ് ക്രംസ് കോട്ട് ചെയ്തിട്ട് ഫ്രീസറിൽ സൂക്ഷിച്ചിരുന്നാൽ മതി. അപ്പോൾ ഒരാഴ്ച വരെ നമുക്കത് ഫ്രീസറിൽ വെച്ചേക്കാം. പിന്നെ നമുക്ക് എണ്ണ നല്ലതുപോലെ ചൂടാക്കി വെച്ച് അത് ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം ഫ്രൈ ആക്കി എടുക്കാൻ, കാരണം നമുക്ക് ഈ ചിക്കനൊക്കെ നല്ലതുപോലെ ഫ്രൈ ആയി കിട്ടണം. അപ്പോൾ ഒരിക്കലും നമ്മളത് ഹൈ ഫ്ലെയിമിലിട്ട് ഫ്രൈ ആക്കി എടുക്കരുത്. അപ്പോൾ നമുക്കത് തിരിച്ച് മറിച്ച് വിട്ട് ഒരു ബ്രൗൺ കളറാകുന്നിടം വരെ നല്ലതുപോലെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം. അപ്പോൾ നമ്മളിത് 2 മണിക്കൂർ ഫ്രീസറിൽ സെറ്റ് ചെയ്യാൻ വെക്കുന്ന സമയം മാത്രമേ നമുക്ക് അധികമായിട്ട് വരുന്നത്. അല്ലാതെ തന്നെ നമുക്കിത് പെട്ടെന്ന് തന്നെ മിക്സിയിൽ അരച്ചെടുത്താൽ ഇതിങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിരുന്നാൽ വൈകിട്ടൊക്കെ നമുക്ക് ഈവനിങ് സ്നാക്കായിട്ട് ഉപയോഗിക്കാനും എല്ലാം പെട്ടെന്ന് തന്നെ നമുക്കിത് തയ്യാറാക്കി എടുക്കാവുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ നമ്മുടെ ഡോനറ്റ് ഇവിടെ നല്ലതുപോലെ ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിത് തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമ്മുടെ ഡോനറ്റെല്ലാം ഇതേപോലെ തന്നെ നമുക്ക് ഫ്രൈ ആക്കി എടുക്കാം. അപ്പോൾ ഞാനിതെല്ലാം ഇവിടെ ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട്.
അപ്പോൾ ഞാനിത് രാത്രിയിലാണ് ഷൂട്ട് ചെയ്തത്, അതുകൊണ്ടായിരിക്കും ഇതിൻ്റെ കളറിനൊരു വ്യത്യാസം തോന്നുന്നത്. പക്ഷേ ഈ കളറൊന്നുമല്ല, നമ്മൾ ആദ്യം ഫ്രൈ ആക്കി എടുത്ത കളറിലെ ആ കളർ തന്നെയാണ് ഇരിക്കുന്നത്. പിന്നെ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ലോ ഫ്ലെയിമിൽ ഇട്ട് തന്നെ ഇത് ഫ്രൈ ആക്കി എടുക്കണം. കാരണം ചിക്കൻ എല്ലാം നമ്മൾ ഇതിനകത്ത് ചേർത്തിരിക്കുന്ന എല്ലാം പച്ചയായിട്ടുള്ള സാധനത്തിനകത്ത് ഉരുളക്കിഴങ്ങ് മാത്രമല്ല പുഴുങ്ങിയത്. അപ്പോൾ നമുക്കിതെല്ലാം നല്ലതുപോലെ ഒന്ന് വെന്ത് കിട്ടണം. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും ലോ ടു മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇട്ട് ഫ്രൈ ആക്കി എടുക്കാൻ ശ്രദ്ധിക്കണം. അപ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. പിന്നെ മറ്റുള്ളവരിലേക്ക് എത്താനായിട്ട് ഒന്ന് ഷെയറും കൂടി ചെയ്തേക്കണേ.